ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. മാരേജ് മോർണിംഗില് ഗൈസ് ഇപ്പം 5 മണി. 5:30 എൻ്റെ ബ്യൂട്ടീഷ്യൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ ഒരു 5:30 പോകണം. കുളിയൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഉറങ്ങി എണിച്ച് ബ്രഷ് പോലും ചെയ്യാൻ നിൽക്കുന്നുണ്ട്. ബ്രൈഡ് അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഗൈസ്. അതിൽ 3:45 മണിക്ക് വന്നു കേട്ടോ. അപ്പോൾ വീഡിയോസൊക്കെ എത്രത്തോളം അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളത് അറിയില്ല, എന്തായാലും കണ്ടു തന്നെ അറിയാം. അപ്പോൾ ഇനി എൻ്റെ മേക്കപ്പ് ലുക്ക്, ഞങ്ങളുടെ ഒരു മേക്ക് ഓവർ ട്രാൻസിഷൻ ലുക്കിലായിരിക്കും നിങ്ങൾ കാണുന്നത്. നമ്മുടെ ബ്രൈഡ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. 3:30 ആകുമ്പോഴേക്കും അവളുടെ ബ്യൂട്ടീഷ്യൻ എത്തി അവരുടെ പരിപാടി തുടങ്ങി. എനിക്ക് സാരി ഡ്രൈപ്പ് ചെയ്യാനും ഓർണമെന്റ്സ് ഹെയർ സെറ്റ് ചെയ്യാനായിട്ട് സെപ്പറേറ്റ് ബ്യൂട്ടീഷ്യൻ ഉണ്ടായിരുന്നു കേട്ടോ. വീട്ടിലെല്ലാവരും കൂടെ റഷ് ആവേണ്ടെന്ന് വെച്ചിട്ട് ഞാൻ 5:30 ആകുമ്പോൾ ഡയറക്റ്റ് പാർലറിലേക്ക് പോകാനായിട്ട് ചെയ്തത്. ഞാൻ എൻ്റെ ഫേസ് ബ്യൂട്ടീഷ്യനെ കൊണ്ട് തൊടിയിച്ചിട്ടില്ല കേട്ടോ. ബിക്കോസ് എന്നൊക്കെ എൻ്റെ ഫേസിൽ വേറെ ആരെങ്കിലും തൊട്ടിട്ടുണ്ടോ അന്ന് എൻ്റെ ഫേസ് കോളായിരിക്കും. അതുകൊണ്ട് ഫേസ് മേക്കപ്പ് ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. അങ്ങനെ ഞാൻ റെഡി ആയി വരുമ്പോൾ നമ്മുടെ ബ്രൈഡ് ഇവിടെ നല്ല സുന്ദരിയായിട്ട് ഒരുങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ആളെല്ലാവരും കാല് തൊട്ട് തൊഴുത് ഓഡിറ്റോറിയത്തിലേക്ക് പോകാൻ നിൽക്കായിരുന്നു. ഞാൻ വരുമ്പോഴേക്കും എന്നെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കായിരുന്നു കേട്ടോ. ഈ ഒരു ടൈമിൽ എല്ലാവരും വല്ലാതെ ഇമോഷണൽ ആയി പോയി. മമ്മിയൊക്കെ ഇപ്പോഴേ കരയാൻ തുടങ്ങി. അത് കണ്ടതോ അവളും കരയാൻ തുടങ്ങി. പിന്നെ ഇതായിരുന്നു ഗൈസ് എൻ്റെ സിസ്റ്ററിന്റെ ഫൈനൽ ലുക്ക്. നിങ്ങൾ ചുമ്മാ ഇരുന്ന് വീഡിയോ കണ്ടുപോകാതെ ഞങ്ങളുടെ രണ്ടുപേരുടെ ലുക്കിനെ കുറിച്ചുള്ള നിങ്ങളുടെ ഒപ്പീനിയൻ കൂടെ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. നമ്മൾ നേരിട്ട് കണ്ടവരെല്ലാവരും വളരെ നല്ല ഒപ്പീനിയൻ തന്നെയാണ് പറഞ്ഞത്. പിന്നെ കാണാൻ 2 ബ്രൈഡിനെ പോലെ ഉണ്ടെന്നുള്ള ഒരു ഒപ്പീനിയൻ വന്ന് കോമൺ ആയിരുന്നു കേട്ടോ. ഞങ്ങളിപ്പോൾ നേരെ ഓഡിറ്റോറിയത്തിലേക്ക് പോകാൻ നിൽക്കുകയാണ്. അനിയത്തിയുടെ എൻഗേജ്മെന്റ് ലുക്കിൽ നമ്മൾ ഇതുപോലൊരു വീഡിയോ എടുത്തായിരുന്നു. എൻഗേജ്മെന്റ് കഴിഞ്ഞ് 9 months ഉണ്ടായിരുന്നതാണ് മാരേജിന്. വളരെ പെട്ടെന്ന് തന്നെ ദിവസങ്ങൾ കഴിഞ്ഞു പോയതുപോലെ ആ കാര്യങ്ങളൊക്കെ നമ്മൾ പോകുന്ന വഴിക്ക് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. നമ്മുടെ ഇന്നത്തെ ഡ്രസ് കോഡ് എന്ന് പറയുന്നത് ലേഡീസ് ഫുള്ളും പിങ്ക് കളറും ജെന്റ്സ് എല്ലാവരും സ്കൈ ബ്ലൂ കളറും ആയിരുന്നു കേട്ടോ. ലൈറ്റ് പിങ്ക് ഷെയ്ഡിൽ എല്ലാവരും കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അന്ന് കുറച്ചുപേർ എന്നോട് ബ്രൈഡ്സ് മെയ്ഡിന് ഗിവ് അവേ തരുമെന്നൊക്കെ. ബിക്കോസ് അന്ന് എല്ലാവരും അത്രയ്ക്ക് സുന്ദരികളായിരുന്നു കേട്ടോ. ആ ലൈറ്റ് പിങ്ക് ഷെയ്ഡിൽ എല്ലാവരും കാണാൻ നല്ല രസമുണ്ടായിരുന്നു. നമ്മൾ ഓഡിറ്റോറിയത്തിൽ എത്തിയത് നമ്മുടെ ക്യാമറമാനും വീഡിയോഗ്രാഫറും ബ്രൈഡിന്റെ കുറച്ച് സിംഗിൾ പിക്സും വീഡിയോസ് എടുക്കാനായിട്ട് അവളെ കൊണ്ടുപോയിട്ടോ. അപ്പോൾ ആ ഗ്യാപ്പിൽ നമ്മൾ ബ്രൈഡ്സ് മെയ്ഡിന്റെ കുറച്ച് ഫോട്ടോസ് എടുക്കാനായിട്ട് പോകുന്നതാണ്. കല്യാണമാണെന്ന്. സോ നമ്മളിപ്പോൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ പോവുകയാണ്. ഈ വ്ളോഗ് ആക്ച്വലി റിജിസ്ട്രേഷനാണ്, പക്ഷെ ഞാനാണ് ഇപ്പോൾ ഹാൻഡിൽ ചെയ്യുന്നത്. അതെ, ബ്രൈഡാണെന്ന് ആരും വിചാരിക്കുന്നത്. ബ്രൈഡ് സിസ്റ്ററാണ്. 7 വർഷം മുമ്പ് ബ്രൈഡായിരുന്നു. വീണ്ടും ആ ലുക്ക് റീക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. എൻ്റെ മാരേജിന് എനിക്ക് ഭയങ്കര കുളമായിരുന്നു ഗൈസ്, മേക്കപ്പും കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് ഞാനിപ്പോൾ കുറച്ച് സെറ്റ് ആവാന്ന് വെച്ചു. പക്ഷെ മേക്കപ്പ് ഒന്നും ഇട്ടിട്ടില്ല. ഫൗണ്ടേഷനും ഒരു ലിപ്സ്റ്റിക്കും ഐലൈനറും മാത്രം ഞാൻ ഇട്ടിട്ടുള്ളൂ. ജസ്റ്റ് ഓർണമെന്റ്സ് കൊണ്ട് ഹെവി ആയി തോന്നുന്നില്ല. അങ്ങനെ ഉദ്ദേശിക്കുക എനിക്ക് സാരി അയ്യപ്പിന്റെ ട്രോള് ക്യാമറമാനെ കാണുന്നില്ല. അതുവരെ നമ്മളിങ്ങനെ വ്ളോഗ് ചെയ്തിട്ടുണ്ട്. നമ്മൾ പിന്നെ സിസ്റ്ററിന്റെ മാരേജിന് മോഹിനിയാട്ടൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഓഡിറ്റോറിയത്തിൽ എത്തുന്നതിന് മുന്നേ അവരും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ അനിയത്തിമാരുടെ ഡാൻസ് ട്രൂപ്പിലുള്ള കുട്ടികളായിരുന്നു കേട്ടോ അവര്. അങ്ങനെ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് ഞങ്ങളിത് ഗസ്റ്റിനെ ഇൻവൈറ്റ് ചെയ്യാനായിട്ട് നിൽക്കുന്നത് കേട്ടോ. പിന്നെ കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ പേരൊക്കെ ഞാനാണ് ബ്രൈഡ് എന്ന് തെറ്റിദ്ധരിച്ചു എന്നുള്ളതാണ്. പിന്നെ സിസ്റ്ററിന്റെ ഒരേ ഒരു നിർബന്ധത്തിലായിരുന്നു കേട്ടോ ഞാൻ ഇന്നത്തെ ദിവസം ബ്രൈഡിനെ പോലെ തന്നെ ഒരുങ്ങാൻ തീരുമാനിച്ചത്. പിന്നെ ഇന്ന് ഒരുങ്ങിയില്ലെങ്കിൽ പിന്നെ ബ്രൈഡ്സ് മെയ്ഡും ബ്രൈഡിന്റെ ചേച്ചിയും തമ്മിൽ എന്ത് ഡിഫറൻസ് ഉള്ളതല്ലേ. പിന്നെ കാണുന്നവരെല്ലാവരും ഇൻവൈറ്റ് ചെയ്യുന്ന ടൈമിൽ തന്നെ കാണാൻ നല്ല അടിപൊളിയായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ടോ. പിന്നെ ചെക്കൻ്റെ വീട്ടുകാർ എത്താനാവുമ്പോഴേക്കും ഇവർ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞെത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഒരു 5 minute കഴിയുമ്പോഴേക്കും അവരും എത്തി. അപ്പോഴേക്കും നമ്മൾ എല്ലാവരും താലമൊക്കെ എടുക്കാനായിട്ട് സെറ്റായിട്ട് നിൽക്കുകയാണ്. നമ്മൾ വേറെ ഏതെങ്കിലും മാരേജിന് മുമ്പ് സാധാരണ കാണാറുള്ളത് താലം എടുക്കാൻ ആളില്ലാതെ നിൽക്കുന്നതായിരിക്കും. എന്നാൽ ഇവിടെ താലം എടുക്കാൻ നേരത്തെ ഓർഡർ ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു എല്ലാവരും. ഫസ്റ്റ് നമ്മൾ 9 താലം എടുക്കാനായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ബിക്കോസ് അത്രയും പിള്ളേരുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വലിയ കുട്ടികൾ മാത്രം എടുത്താൽ മതി എന്ന് പറഞ്ഞാൽ അതിനെ കുറച്ച് 7 ആക്കിയതായിരുന്നു കേട്ടോ. പിന്നെ താലം എടുക്കുന്നതിനിടയിൽ കയറി ഞങ്ങൾ എന്തിനാ നിൽക്കുന്നതെന്ന് ചോദിച്ചാൽ കല്യാണ ചെക്കനെ ബൊക്ക കൊടുത്ത് ഇൻവൈറ്റ് ചെയ്യാനായിരുന്നു കേട്ടോ. ഫസ്റ്റ് നേരിട്ടിനെ കൊണ്ട് കൊടുപ്പിക്കാനായിരുന്നു കേട്ടോ വിചാരിച്ചത്. പിന്നെ ആ ടൈമിൽ അവൾ താഴെ ഒറ്റയ്ക്ക് നിൽക്കില്ല എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളും കൂടെ നിന്നായിരുന്നു. പിന്നെ സിസ്റ്ററിന്റെ എൻഗേജ്മെന്റിന് ഞങ്ങൾ തന്നെയായിരുന്നു ബൊക്കെ കൊടുത്ത് ഇൻവൈറ്റ് ചെയ്തത്. അന്ന് ഞങ്ങൾക്ക് നേരിട്ടിനെ കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് പിന്നെ അവളെയും കൂടെ കൂട്ടിയപ്പോഴാണ് ഈ ഒരു ഇൻവിറ്റേഷൻ കംപ്ലീറ്റ് ആയത്. താലം എക്സ്ചേഞ്ച് ഒക്കെ കഴിഞ്ഞു. നമ്മുടെ താലികെട്ട് പിന്നെ ശ്രീ പൂക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിന്റെ സന്നിധിയിൽ വെച്ചിട്ടാണ് കേട്ടോ. ഇതേ അമ്പലത്തിന്റെ സന്നിധിയിൽ വെച്ചിട്ടായിരുന്നു എന്റെ താലികെട്ടും. പൂക്കുളങ്ങര ഭഗവതി സന്നിധിയിൽ വെച്ച് തന്നെ താലികെട്ട് നടത്തണം എന്നുള്ളത് നമുക്കൊരു നിർബന്ധമായിരുന്നു കേട്ടോ. അങ്ങനെ താലം എടുത്ത് അവർ അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ബ്രൈഡിനെ ഇൻവൈറ്റ് ചെയ്യാനുള്ള തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ വ്ളോഗിൽ മാക്സിമം നിങ്ങൾക്ക് എന്റെ ടെൻഷൻ അടിച്ചിട്ടുള്ള ഫേസേ കാണാൻ പറ്റുള്ളൂ. ബിക്കോസ് നമ്മുടെ ഫാമിലി ഒരു ഫംഗ്ഷൻ നടക്കുമ്പോൾ നമ്മൾ തന്നെയാണല്ലോ എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്യേണ്ടത്. മൈൻഡിൽ ശരിക്കും പല കാര്യങ്ങളും ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ ടൈമിൽ. പിന്നെ ഇതായിരുന്നു ഗൈസ് നമ്മുടെ ബോയ്സിന്റെ കളർ കോഡ്. പിന്നെ നമ്മുടെ താലം എടുത്തത് ലേഡീസ് ആണെങ്കിൽ ജെന്റ്സ് ആണ് കേട്ടോ ബ്രൈഡിനെ ഇൻവൈറ്റ് ചെയ്ത് താലി കെട്ടുന്ന അവിടേക്ക് കൊണ്ടുവന്നത്. പിന്നെ നമ്മൾ ഫസ്റ്റ് സിംഗിൾ കോടയായിരുന്നു ഇതിനായിട്ട് പ്ലാൻ ചെയ്തത്. പിന്നെ കോടയാകുമ്പോൾ ഒരാൾക്കേ പിടിക്കാൻ പറ്റും. അപ്പോൾ അതിന് ഒരു ഫൈറ്റ് വേണ്ടെന്ന് വെച്ചിട്ട് നമ്മൾ ഇത് തന്നെ ആക്കിയതായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഏത് പ്രോഗ്രാം സെറ്റ് ചെയ്യുമ്പോഴും ആൾ കൂടുതലാണെന്നുള്ളത് നമുക്കൊരു ഹാപ്പിനെസ് തന്നെയാണ് കേട്ടോ. പിന്നെ ഹാപ്പിനെസ്സിനപ്പുറം നമുക്കതൊരു ലക്ക് കൂടിയാണ്. നമ്മുടെ ബോയ്സ് പിന്നെ അവിടെ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് നിൽക്കുമ്പോഴേക്കും നമ്മുടെ ബ്രൈഡും എത്തി. താലി കെട്ടാനായിട്ട് പോകുമ്പോൾ നമ്മുടെ മോഹിനിയാട്ടം ടീംസ് ആയിരുന്നു കേട്ടോ അവളെ വരവേറ്റത്. നമ്മുടെ ബ്രൈഡ് ഇതേ അടിച്ചു പൊളിച്ച് നല്ല കൂളായിട്ട് വരുന്നുണ്ട്. ഞങ്ങൾ എല്ലാവരും ഇതേ അവളുടെ പുറകെ തന്നെ ഉണ്ട്. ഫ്രണ്ടിൽ
ഫ്രണ്ടിൽ മോഹിനിയാട്ടവും ഫ്ലവർ ചാറ്ററും പിന്നെ ബാക്കിൽ ഞങ്ങൾ ബ്രൈഡ്സ് മെയ്ഡും എല്ലാവരും ചേർന്ന് അവളെ കൊണ്ടുവന്നത് കാണാൻ ശരിക്കും ഒരു ക്യൂവിനെ അല്ലെങ്കിൽ ഒരു രാജകുമാരിയെ കൊണ്ടുവന്നൊരു ഫീലായിരുന്നു. അവളിങ്ങനെ വരുന്നത് കണ്ടപ്പോൾ തന്നെ എല്ലാവരും ഒന്ന് നോക്കി നിന്നുപോയി. അത്രയ്ക്കും രസമുണ്ടായിരുന്നു കാണാനായിട്ട്. പിന്നെ ഇതേ നമ്മുടെ നേരൂട്ടിന് ഇവിടെ ഉണ്ട്. അവളുടെ ഇതൊരു സ്കൈ ബ്ലൂ ആൻഡ് പിങ്ക് കോമ്പിനേഷൻ വരുന്ന ഒരു ഔട്ട്ഫിറ്റ് ആയിരുന്നു. അവളുടെ ഔട്ട്ഫിറ്റ് ഫുള്ളി എൻ്റെ ഏട്ടന് കളർ കോമ്പിനേഷൻ വരുന്നത് പോലെ നമ്മൾ കസ്റ്റമൈസ് ചെയ്യിച്ചാണ് കേട്ടോ. നേരൂട്ടിന്റെ ഔട്ട്ഫിറ്റും കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ എല്ലാവരും കാത്തിരുന്ന് ഇന്നത്തെ സ്പെഷ്യൽ മൊമെന്റ് എത്തി. സിസ്റ്ററിന്റെ താലികെട്ട് ശ്രീ പൂക്കുളങ്ങര ഭഗവതിയുടെ മുന്നിൽ വെച്ച് അതും വളരെ ഭംഗിയായിട്ട് തന്നെ കഴിഞ്ഞു കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചത് താലി കെട്ടുന്ന ടൈമിൽ ഫുൾ ടെൻഷൻ ആയിരിക്കും, ആൾ കരച്ചിലായിരിക്കും എന്നൊക്കെ ആയിരുന്നു കേട്ടോ. ബിക്കോസ് എന്റെ മാരേജിന് താലി കെട്ടുന്ന ടൈമിൽ ഹാപ്പിനെസ് കൊണ്ടാണെങ്കിലും കരച്ചിൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതിന്റെ കൂടെ പിന്നെ ടെൻഷനും. എന്നാൽ ഇവിടെ ഒരാളാണെങ്കിൽ കൂൾ ഫുൾ ചില്ലായിട്ടായിരുന്നു താലി കെട്ടുമ്പോൾ നിന്നത്. ആ ഒരു ടൈമിൽ ഈ ഒരു ഹാപ്പിനെസ് എന്നും ലൈഫ് ലോങ് ഇതുപോലെ തന്നെ ഉണ്ടാവട്ടെ എന്ന് മാത്രമേ മനസ്സിലുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അങ്ങനെ സിസ്റ്ററിന്റെ താലികെട്ടും വളരെ ഭംഗിയായിട്ട് കഴിഞ്ഞു. എന്നാൽ അതുവരെ വളരെ കൂളായിട്ടിരുന്നാളത് ഈ ഒരു പോയിന്റ് എത്തിയപ്പോൾ ആളുടെ കൺട്രോൾ പോയി. അല്ലെങ്കിൽ ഈ പേരൻസ് കൈപിടിച്ചു കൊടുക്കുന്ന ചടങ്ങ് എന്ന് പറയുന്നത് അത് വല്ലാത്തൊരു ഫീല് തന്നെയാണല്ലേ. ഇത് കണ്ടു നിന്ന് നമ്മൾ എല്ലാവരും തന്നെ ഇമോഷണലായി പോയി. ഇത് കഴിഞ്ഞതും നല്ലൊരു എൻട്രി സോങ്ങോടുകൂടി നമ്മൾ ബ്രൈഡിനെയും ഗ്രൂമിനെ ഓഡിറ്റോറിയത്തിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്തത്. അതും നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഇപ്പോഴത്തെ എൻട്രിയിൽ വേറെ 4 കസിൻസ് ആയിരുന്നു കേട്ടോ ഫ്ലവർ ചാറ്റർ പിടിച്ചത്. അങ്ങനെ എൻട്രി കഴിഞ്ഞത് മോഹിനിയാട്ടത്തിന്റെ തന്നെ ഒരു ഓൺ ദ സ്റ്റേജ് പെർഫോമൻസ് ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞത് പിന്നെ നമ്മൾ ബ്രൈഡ്സ് മെയ്ഡിന്റെ ഒരു കിടിലൻ ഡാൻസ് പെർഫോമൻസ്. മൊത്തത്തിൽ ഡാൻസും പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വന്നവരെ ആരും ബോറടിപ്പിക്കാൻ വിട്ടിട്ടില്ല കേട്ടോ. അത് വന്നവർ പാതി പേര് നമ്മളോട് തന്നെ ഡയറക്റ്റായിട്ട് പറഞ്ഞു എന്നുള്ളത് കൂടിയാണ്. മോഹിനിയാട്ടം ഫുള്ളും സ്ലോമോ വെച്ച് പിടിച്ചതുകൊണ്ട് നമ്മൾ നമ്മുടെ ഡാൻസ് കുറച്ച് ഹെവി ആക്കിയിട്ടോ. ഡാൻസിന് ഡിഫറെന്റ് വൈബ് ആണെങ്കിലല്ലേ കാണുന്നവർക്ക് ഒരു സുഖം ഉണ്ടാവുള്ളൂ. നമുക്ക് പിന്നെ സാരി ആണെങ്കിലും ജീൻസ് ആണെങ്കിലും ഒരേപോലെ ആയതുകൊണ്ട് ഡാൻസിന് പിന്നെ ഒരു കോംപ്രമൈസ് ഉണ്ടായിരുന്നില്ല കേട്ടോ. വെഡിങ് ഡാൻസ് നമ്മൾ എന്തായാലും തകർത്തു. ഡാൻസിന്റെ ലാസ്റ്റ് കുറച്ചാണെങ്കിലും കല്യാണ ചക്കം കൂടി ജോയിൻ ചെയ്തപ്പോൾ പരിപാടി ഒന്നുകൂടെ ഉഷാറായെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഡാൻസ് പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞ് പിന്നെ നേരെ ഫോട്ടോ എടുക്കൽ സെക്ഷനാണ് കേട്ടോ. സിസ്റ്ററിന്റെ മാരേജിന് നമ്മുടെ MLA KD പ്രസാദ് ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ആളും നമ്മളുമായിട്ട് നമ്മുടെ ചൈൽഡ്ഹുഡ് മുതൽക്ക് നല്ല കൂട്ടാണ്. അങ്ങനെ മമ്മിയുടെ ഫ്രണ്ട് സെക്ഷനിൽ അവർ ഫോട്ടോ എടുക്കുന്നത് കേട്ടോ. പിന്നെ പോകുന്ന വഴിക്ക് അങ്കിൾ എന്നോടും വന്ന് വിശേഷങ്ങളൊക്കെ ചോദിച്ചിട്ടാണ് പോയത്. ഇവിടെ ക്യാമറമാൻ ഞങ്ങളുടെ അൺഎക്സ്പെക്ടഡ് ഫോട്ടോസ് എടുക്കാൻ നോക്കുമായിരുന്നു കേട്ടോ. അത് ഏട്ടൻ എപ്പോൾ കണ്ടോ പിന്നെ ഫുൾ ആക്ട് ചെയ്യാൻ തുടങ്ങി. അതിന്റെ പേരും പറഞ്ഞിട്ടുള്ള കളിയാക്കലുകളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പറഞ്ഞ് അൺഎക്സ്പെക്ടഡ് എടുക്കുന്ന നമ്മുടെ ക്യാമറമാനെ ഇവിടെ ട്രോളിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ നമ്മുടെ ക്യാമറമാനും വീഡിയോഗ്രാഫറും എല്ലാവരും ഭയങ്കര സെറ്റ് ആയിരുന്നു കേട്ടോ. സിസ്റ്ററിന്റെ എൻഗേജ്മെന്റ് തൊട്ടുള്ള നമ്മുടെ എല്ലാ പ്രോഗ്രാംസും സെയിം ടീം തന്നെയായിരുന്നു കേട്ടോ. സിസ്റ്ററിന്റെ എൻഗേജ്മെന്റും സേവ് ദ ഡേറ്റും ബ്രൈഡ് ടു ബി കണ്ടിട്ട് ഒത്തിരി പേര് നമ്മളോട് തന്നെ ഇവരുടെ നമ്പർ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ ക്യാമറ ടീംസ് ഫുള്ളും അനിയന്റെ ഫ്രണ്ട്സ് തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാ പ്രോഗ്രാംസിനും അവരായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ നമുക്ക് ഭയങ്കര കംഫർട്ടായിരുന്നു. പിന്നെ അനിയന്റെ ഫ്രണ്ട്സ് ആയതുകൊണ്ട് മാത്രം പറയുന്നതല്ല, അവരുടെ വർക്കിലും നമ്മൾ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ്. പിന്നെ ദേ ഇവിടെ നമ്മുടെ ഫാമിലി ഫോട്ടോസ് ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് പിന്നെ മാൻഡേറ്ററി ആണല്ലോ.
അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്ത് കഴിഞ്ഞ് പെണ്ണിൻ്റെ ചെക്കനും കൂടെ നമ്മളും ഫുഡ് കഴിക്കാൻ പോയി. ഇതേ നമ്മളെല്ലാവരും ഒരുമിച്ച് തന്നെയുണ്ട് ഫുഡ് കഴിക്കാനായിട്ട്. കല്യാണ പെണ്ണും ചെക്കനും ഇതേ തൊട്ടപ്പുറത്ത് തന്നെ ഇരിക്കുന്നുണ്ട്. നല്ലൊരു അടിപൊളി സദ്യയും അടപ്രഥമനുമായിരുന്നു കേട്ടോ. എത്ര വക കറികളുണ്ടെന്നൊന്നും എണ്ണ നോക്കാനുള്ള ടൈമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോഴേക്കും നല്ല വിശപ്പായിട്ടുണ്ടായിരുന്നു. നേരിട്ടും പിന്നെ എന്നത്തെയും പോലെ ഇന്ന് പപ്പടം ഒഴിച്ച് വേറെ ഒന്നും കഴിച്ചിട്ടില്ല കേട്ടോ. ഫുഡൊക്കെ കഴിഞ്ഞ് ലാസ്റ്റ് പപ്പടവും കൂട്ടി പായസം, എല്ലാം ശുഭം. പിന്നെ ഫുഡൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും അവർക്ക് ഇറങ്ങാനുള്ള ടൈമുമായി. ഇത് ഞങ്ങളുടെ കാൻഡിഡ് വീഡിയോസ് എടുക്കാനായിട്ട് ഞങ്ങളുടെ ക്യാമറമാൻ മനപ്പൂർവ്വം ഓരോ സോങ് വെച്ച് കരയിച്ചതാണ് കേട്ടോ. അല്ലെങ്കിൽ തന്നെ അമ്മ പോകുന്നതിന്റെ സങ്കടത്തിൽ നിൽക്കുമ്പോൾ ആളുടെ സോങ്സ് കൂടെ, എന്നിട്ട് കുറച്ചുകൂടെ കരയെന്ന് പറഞ്ഞിട്ട് ആളുടെ കളിയാക്കൽ വേറെ. അനിയത്തി മാരേജ് കഴിഞ്ഞ് ഇറങ്ങുന്ന ആ ഒരു സീന് അത് വല്ലാത്തൊരു ഫീല് തന്നെയായിരുന്നു. ഞാൻ എപ്പോൾ നാട്ടിലെത്തിയാലും ചുമ്മാ അവളെ വിളിച്ചു വരുത്തും. അവൾക്കൊന്ന് വരാൻ വയ്യാന്ന് എന്തെങ്കിലും പറഞ്ഞാൽ ചുമ്മാ ഞാനൊന്ന് പിണങ്ങിയിരുന്നാൽ മതി, അപ്പം അവൾ ഓടിയെത്തും. ഇനി ഞാൻ അങ്ങനെ വിളിക്കുമ്പോഴേക്കും അവൾക്ക് ഓടിയെത്താൻ കഴിയില്ല എന്നൊക്കെ ഓർത്തപ്പോൾ ശരിക്കും സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. ഇറങ്ങുമ്പോൾ ഞങ്ങളുടെ കാല് പിടിക്കും കൂടി ചെയ്തപ്പോൾ ശരിക്കും വല്ലാത്ത വിഷമമായി. അനിയത്തിയുടെ കല്യാണം വളരെ സന്തോഷമുള്ള ഒന്നാണെങ്കിലും അവൾ നമ്മളെ വിട്ട് പോകുന്നു എന്ന് ഓർക്കുമ്പോൾ വല്ലാത്ത സങ്കടം തന്നെയായിരുന്നു കേട്ടോ. അതിലും നമ്മുടെ നേരൂട്ടനായിരുന്നു അത് ഏറ്റവും വിഷമമുണ്ടാക്കിയത്. തിരക്കൊക്കെ കഴിഞ്ഞ് അവൾ അവളുടെ മേമയോട് ഒന്ന് നേരെ സംസാരിച്ചത് ഇപ്പോഴായിരുന്നു കേട്ടോ. എന്നാൽ അപ്പോഴേക്കും അവൾ പോവാനുമായി. അനിയത്തി പോകുമെന്ന് പറഞ്ഞപ്പോൾ നേരൂട്ടിന് ഫസ്റ്റ് വലിയ റിയാക്ഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ അവൾ പോകുമെന്ന് കൺഫേം ആയത് നമ്മുടെ നേരൂട്ടിന്റെ മൂഡ് മാറി. പിന്നെ മേമ പോവോ, എന്തിനാ പോകുന്നത്, പോവണ്ടെന്നൊക്കെ ആയി. പിന്നെ അങ്ങോട്ട് മേമ പോവോന്ന് ചോദിച്ചിട്ട് ഫുൾ കരച്ചിലായിരുന്നു. നേരൂട്ടം മാത്രമല്ല നമ്മളെല്ലാവരും ഫുൾ കരച്ചിലായിരുന്നു കേട്ടോ. അവളെന്തായാലും പോകുമെന്ന് നമുക്കറിയായിരുന്നെങ്കിലും നമുക്കാർക്കും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. നേരൂട്ടനാണെങ്കിൽ കരഞ്ഞു കരഞ്ഞ് ഫുൾ ഛർദിയൊക്കെ ആയി. പിന്നെ കുറച്ച് നേരത്തേക്ക് എല്ലാവരും കരച്ചിലും ബഹളവും, ഫുൾ ഇമോഷണൽ സീൻ. അങ്ങനെ മാരേജ് കഴിഞ്ഞ് അവൾ പോവുകയും ചെയ്തു. പിന്നെ കുറച്ച് നേരത്തേക്ക് എല്ലാവരും വേറൊരു മൂഡിലായി പോയി. ഇനി എന്തായാലും ചുമ്മാ കരഞ്ഞോണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ. അവൾക്ക് നല്ലൊരു ഹാപ്പി ലൈഫ് ഉണ്ടാവട്ടെ എന്ന് മാത്രം വിഷ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇതോടുകൂടി നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഇനി റിസപ്ഷന് പോകണം, അതിന്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ബൈ.